ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 40 ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ചുരിദാറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഇച്ചിരി വയറും വണ്ണമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇവരുടെ ചുരിദാർ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഈ വണ്ണം ഉള്ളവരുടെ കൈ എങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ളൊരു റിക്വസ്റ്റ് കൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ അങ്ങനെയുള്ള മറുപടിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ചുരിദാർ എങ്ങനെയാണ് വെട്ടുന്നത് നോക്കാം. ഇതാണ് തുണി, ഇത് നൈറ്റി തുണിയാണ്. അപ്പോൾ നമ്മളിത് അളവ് രേഖപ്പെടുത്താനായിട്ടായി നമുക്ക് ചീത്തവശം എടുക്കാം, എന്നിട്ട് നീളത്തിൽ മടക്കാം. തേരുവശവും കൂടെ നീളത്തിൽ നമ്മൾ മടക്കിയിട്ടുണ്ട്. തുണി നമ്മൾ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. പുറകുവശവും മുൻവശവും സെപ്പറേറ്റ് വരുന്നതിലാണ് നമ്മൾ മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇറക്കം വരേണ്ടത് തയ്ച്ച് തീരുമ്പോൾ 44ആണ്. അപ്പോൾ 44 നമ്മൾ 1.5 ഇഞ്ചാണ് കൂടുതലെടുക്കുന്നത്. അടിവശത്ത് മടക്കാനും മുകളിലത്തെ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പുമായിട്ട് നമ്മൾ 1.5 ഇഞ്ച് കൂടുതലിടും. അപ്പോൾ നമുക്ക് 44 1.5 കൂട്ടിയാൽ നമുക്ക് 45 കിട്ടും. നമുക്ക് 45 അടയാളപ്പെടുത്തി. ഇനി ഇവരുടെ ഷോൾഡർ അളവ് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ 2 ഇഞ്ച് കുറച്ച് 16 നമ്മൾ 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 14ആണ്. 14ൻ്റെ പകുതി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ അളവായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് വേണ്ടത്. ഇവരുടെ പുറകു കഴുത്തിറക്കം 5.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ തയ്യൽത്തുമ്പ് ഇടാം. നമ്മൾ കഴുത്തിറക്കം 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അകലം നമ്മൾ 2.25 അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇപ്പോൾ യു വരയ്ക്കാം. യു വരച്ചു. ഈ ഇവരുടെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 19.5 ഇഞ്ചാണ്. അപ്പം 1/2 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടിയിട്ട് നമുക്ക് 20 ഇഞ്ച്. 20 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ്. 10 ഇഞ്ച് കിട്ടുന്ന പോലെയായിരിക്കും നമ്മൾ കൈക്കുഴി രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ നമ്മൾ 7ആണ് എടുത്തത്. ആ 7 തന്നെ നമുക്കിവിടെ കൈക്കുഴിയുടെ ഇറക്കമായിട്ടെടുക്കാം. ചിലർക്ക് അങ്ങനെ നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി എടുക്കേണ്ടി വരും. ആം ഹോൾഡർ കൊണ്ട് കൂടുതലുള്ളവർക്ക് നമ്മൾ അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിലൊരു ആളാണ് ഈ പുള്ളി. അപ്പോൾ ഇയാൾ അപ്പോൾ നമ്മൾ ഷോൾഡർ അളവ് തന്നെ നമ്മൾ കൈക്കുഴിയുടെ അളവായിട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 4 കൂട്ടം നമുക്ക് 44 വന്നു. 44ൻ്റെ 4 ഒരു വണ്ണം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. നമുക്കിവിടെ ഇടയിലെടുത്താം. അപ്പോൾ ഇവിടെ നമുക്ക് കൈക്കുഴി വരയ്ക്കാം. 7ൽ നിന്ന് 3.5. ഇവിടെ നമുക്ക് കൈക്കുഴി വരച്ചെടുക്കാം. നമുക്ക് അളന്ന് നോക്കാം. നമുക്കിവിടെ തയ്യൽത്തുമ്പിൻ്റെ അവിടെ കൃത്യമായിട്ട് 10 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ തന്നെയാണ് കൈക്കുഴി കൊടുത്തത്. കഴുത്ത് അടയാളപ്പെടുത്തി, ഷോൾഡർ അടയാളപ്പെടുത്തി, കൈക്കുഴി അടയാളപ്പെടുത്തി, ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി. ഇനി വേസ്റ്റ് വണ്ണം. ചെസ്റ്റ് വണ്ണം 40ആണ്. വേസ്റ്റ് വണ്ണം ഇവർക്ക് 38ആണ്. 14 ഇഞ്ച് താഴ്ത്തി നമ്മൾ വേസ്റ്റ് വണ്ണം എടുത്ത്. അപ്പോൾ ഇവിടെ 38 നമുക്ക് 4 ഇഞ്ച് കൂട്ടുമ്പോൾ 42 വന്നു. 42 വരുമ്പോൾ അതിൻ്റെ 4 വണ്ണം എന്ന് പറയുന്നത് 10.5ആണ്. 10.5 നമ്മളിവിടെ ഇടപെടുത്തി. ഇനി ഇവരുടെ ഹിപ്പ് ഇറക്കം. അപ്പോൾ 21 ഇഞ്ച് നമ്മൾ താത്തിയിട്ട് ഹിപ്പ് വണ്ണം ഇവർക്ക് 42ആണ് ബോഡിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ 4 കൂട്ടിയിട്ട് 46 വന്നു. 46ൻ്റെ 4 കാണുമ്പോൾ നമുക്ക് 11.5 വന്നു. അപ്പോൾ ഇവരുടെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നേരെയാണ് വരയ്ക്കുന്നത്. പക്ഷെ ഇവിടെ ഇച്ചിരി വയറുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി വളച്ചാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ നേരെ വരയ്ക്കില്ല. നമ്മൾ സാധാരണ ഇങ്ങനെ നേരെയല്ലേ വരയ്ക്കുക. പക്ഷെ ഇവർക്കിങ്ങനെ നേരെ വരച്ചാൽ വയർ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ചെരിച്ചാണ് കൊടുക്കുന്നത്. ഇനി ഇവരുടെ സ്ലിറ്റ് വീതി താഴെ വശത്ത് 15 ഇഞ്ചാണ് ഞാൻ സ്ലിറ്റ് വീതി കൊടുക്കുന്നത്. അപ്പോൾ വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ സ്ലിറ്റിന് വീതി വേണം. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കണം. ഇതെല്ലാം നമുക്ക് 1 ഇഞ്ച് കൊടുത്താൽ മതി.
നമ്മൾ ചെരിച്ചാണ് കൊടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കൊടുക്കും. നമ്മൾ ഷോൾഡർ തന്നെയാണ് കൈക്കുഴി കൊടുത്തിട്ടുള്ളത്. അത് അവരുടെ ആം ഹോളിൻ്റെ വലിപ്പം, അതായത് വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ആം ഹോൾ റൗണ്ട് കൂടുതലാണ്. 20 ഇഞ്ചാണ് വരുന്നത് ലൂസ് അടക്കം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്തത്. അപ്പോൾ ഇത് നമുക്ക് പുറകുവശം വെട്ടിയെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് വശം നമ്മൾ 6 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് കഴുത്തിന്. അത് നമുക്ക് ഈ വരച്ചെടുക്കാം. കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ചാണ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് വശം. ഇതുണ്ട്, ഇത് നമ്മുടെ പുറകുവശം, ഇത് ഫ്രണ്ട് വശം. അപ്പോൾ നമ്മുടെ ഇവിടെ 1/2 ഇഞ്ച് കുഴിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചുരിദാർ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ താഴെ വശം നമുക്ക് ഒരു 3/4 ഇഞ്ച് ചെരിച്ച് കൊടുക്കണം. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറകുവശത്ത് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഒതുങ്ങി കിട്ടാൻ നമ്മൾ പുറകുവശത്ത് ടക്ക് ഇടുന്നുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് 12 ഇഞ്ച് താഴ്ത്തിയിട്ട് ഹീപ്പിൻ്റെ താഴേക്ക് പോകാൻ നമ്മൾ ഒരു 6 ഇഞ്ച് ഇറക്കത്തിലാണ് ടക്ക് കൊടുക്കുന്നത്. അകലം അവർക്ക് 40 ആയതുകൊണ്ട് തന്നെ 4 ഇഞ്ച് അകലം കൊടുക്കുന്നുണ്ട്. നമ്മൾ ടക്കിനുള്ളത് വരച്ച് കഴിഞ്ഞു. നമ്മുടെ ചുരിദാർ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഈ കൈ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരാൾ ചോദിച്ചിരുന്നു. കൈക്ക് വണ്ണം ഉള്ളവർ കൈ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് കൈ കട്ട് ചെയ്യുന്നത് നോക്കാം. ഇവരുടെ കൈയിറക്കം 8.5 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് അടിച്ച് മറിക്കുന്നതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 9.5 ഇഞ്ച്. നമ്മുടെ കൈയുടെ വണ്ണം ഇവർക്ക് തയ്ച്ച് തീർന്നപ്പം കൈയുടെ വണ്ണം 9 ഇഞ്ചാണ്. പക്ഷേ ആം ഹോൾ റൗണ്ട് 10 ഇഞ്ച് കിട്ടണം. വണ്ണം ഉള്ളവർക്ക് ഇങ്ങനെ കിട്ടാൻ വിഷമമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ തേരുവശം ഇറക്കമായിട്ട് എടുത്തിട്ട് നമ്മളിവിടെയാണ് കൈ വണ്ണമായിട്ട് എടുക്കുന്നത്. ഇവിടെ നമുക്ക് വണ്ണം കിട്ടാൻ വിഷമമായിരിക്കും. ഇങ്ങനെ നമുക്ക് 4 മടക്കുമ്പോൾ വണ്ണം കിട്ടത്തില്ല. ഉണ്ടല്ലേ, 8 ഇഞ്ചേ കിട്ടത്തുള്ളൂ 4 മടക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്, വെളുങ്ങനെ.
അപ്പോൾ നമുക്ക് താഴെ വശത്തെ വണ്ണം താഴെ വശത്തെ വണ്ണം 8.25 അത് നമ്മൾ അടയാളപ്പെടുത്തി. മുകൾ വശത്തെ വണ്ണം 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ആം ഹോൾ റൗണ്ട് 10 ഇഞ്ചാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഈ കോണിൽ നമ്മൾ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് ആ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ വണ്ണമുള്ളവരും തീരെ വണ്ണം കുറഞ്ഞ് കൈക്ക് തീരെ വണ്ണം കുറഞ്ഞവരും കൈക്ക് വണ്ണം കൂടുതലുള്ളവരും ഈ മെത്തേഡിൽ കൈവെട്ടുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് തുണി ചുരിദാറിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ബോഡിയുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് കൈ കിട്ടുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി വണ്ണം കിട്ടുന്ന എവിടെയാണോ, നമുക്ക് 20 ആം ഹോൾ റൗണ്ട് അതിൻ്റെ 10 ഇഞ്ച് ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഈ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് കൈയുടെ മുകളിലത്തെ വണ്ണമായ 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്കിവിടെ 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ആം ഹോൾ റൗണ്ട് 10 ഇഞ്ച് നമുക്ക് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് 10 ഇഞ്ച് ഇവിടെ കിട്ടി. കൈയുടെ മുകളിലത്തെ വണ്ണമായ 9 ഇഞ്ച് നമുക്കിവിടെ എവിടെയും കിട്ടി. അപ്പോൾ നമ്മൾ സാധാരണ കൈ ഇറക്കം എടുത്തേച്ച് നമ്മൾ റിഗാൾ ഷേപ്പാണ് അളക്കുന്നത്. പക്ഷേ ഇവർക്ക് കൈ വണ്ണം കൂടുതലുള്ളതും ആം ഹോൾ റൗണ്ട് കൂടുതലും ആയതുകൊണ്ട് ഞാൻ ആം ഹോൾ റൗണ്ട് ആദ്യം അളന്നു, അതിനുശേഷം കൈയുടെ മുകളിലത്തെ മസിൽ വണ്ണം അളന്നു. ആ രണ്ട് കിട്ടുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ റിഗാൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവർക്ക് റിഗാൾ ഷേപ്പ് 4 ഇഞ്ചാണ് റിഗാൾ ഷേപ്പ് വരുന്നത്. 40 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് 4 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആം ഹോൾ റൗണ്ട് കൃത്യമായിട്ട് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈ വണ്ണം ഉള്ളവർ കൈ അളക്കേണ്ടത്. ഈ 10ൻ്റെ പകുതി 5 ഇഞ്ച് വെച്ചിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് കൈ വരയ്ക്കാം. നമ്മൾ കൈ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പും കൊടുക്കാം. അപ്പം കൈ വണ്ണം ഉള്ളവർ എപ്പോഴും ആം ഹോൾ റൗണ്ട് അളന്നിട്ട് ആ ആം ഹോൾ റൗണ്ടിൻ്റെ കൂടെ ലൂസും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എവിടെയാണോ കിട്ടുന്നത് ആ പോയിന്റ് അടയാളപ്പെടുത്തുക. ആ പോയിന്റിൽ നമുക്ക് മസിൽ വണ്ണം കൈയുടെ മുകളിലത്തെ മസിൽ വണ്ണം കൂടെ കിട്ടുന്നുണ്ടോ നോക്കുക. മസിൽ വണ്ണത്തിൻ്റെ അതായത് പകുതി നമുക്കിപ്പം 18 ഇഞ്ചാണ് മസിൽ വണ്ണം ഉള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ച് അതിവിടെ കിട്ടുന്നുണ്ടോ നോക്കുക. അതായത് ആം ഹോൾ റൗണ്ട് അടയാളപ്പെടുത്തിയ അതേ പോയിന്റിൽ നമുക്ക് കൈവണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ റിഗാൾ ഷേപ്പ് അതായത് റിഗാളിൻ്റെ ഇറക്കം അതായത് ഹാഫ് ഹൈറ്റ് കിട്ടുന്ന ആ പോയിന്റും കൂടെ കണക്കാക്കി നമ്മൾ കൈക്ക് ഷേപ്പ് വരച്ചെടുക്കാം. ഇതാണ് വണ്ണം ഉള്ളവർക്കും തീരെ വണ്ണം കുറഞ്ഞവർക്കും കറക്റ്റായ മെത്തേഡ്. ഇത് നമുക്കൊരിക്കലും തികയാതെ വരില്ല. ഇങ്ങനെ നമ്മൾ ആം ഹോൾ റൗണ്ട് അളന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈ ഒരിക്കലും തികയാതെ വരില്ല. ചില സമയത്ത് നമുക്ക് കൈ തയ്ച്ച് വരുമ്പോൾ തികയാതെ വരുന്ന പ്രവണത കാണാറുണ്ട്, ചിലർ കമൻറ്റ് ഇടുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇത് സംഭവിക്കില്ല. കാരണം നമ്മൾ കൃത്യമായ ആം ഹോൾ റൗണ്ടിനനുസരിച്ച് നമ്മൾ കൈ അളന്നിട്ടാണ് നമ്മൾ കൈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ തയ്യൽ തുമ്പും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും കൈ തികയാതെ വരില്ല. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് വണ്ണമുള്ളവർ കൈ കട്ട് ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ ഫ്രണ്ട് വശം കൂടെ കട്ട് ചെയ്തെടുക്കാം. വണ്ണം നിങ്ങൾക്ക് കൈക്ക് വണ്ണം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് കൈ കട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി എവിടെ കിട്ടണോ അത് അടയാളപ്പെടുത്തുക, വണ്ണം അടയാളപ്പെടുത്തുക. അതിനുശേഷം അളന്ന് വരച്ചിട്ട് നമ്മൾ കൈ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തികയാതെ വരില്ല. അപ്പോൾ വണ്ണം ഉള്ളവർക്ക് ചുരിദാർ വെട്ടുന്ന കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് തയ്ക്കുന്ന ഇതൊക്കെ കാണിക്കണ്ടല്ലോ, തയ്ക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വെട്ടുന്ന വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ വരും.